ഹായ് ഫ്രണ്ട്സ്, കുടുംബശ്രീ ശാരദയുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഷ്യാമി ഇപ്പോൾ ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ പപ്പിമോൾ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ എൻ്റെ അമ്മ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്തിനോട് ചോദിക്കുമ്പോൾ, മോളെ അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണ്, അമ്മയ്ക്ക് എന്ത് പറ്റി ചോദിക്കുമ്പോൾ പനിയാണെന്ന് പറയുകയാണ്. എനിക്ക് അമ്മയെ കാണണമെന്ന് വാതിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, കാരണം പപ്പിമോൾ പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് എനിക്ക് അമ്മയെ എന്താണെങ്കിലും കാണണം, അമ്മനെ എനിക്ക് കാണിക്കുക. എല്ലാവരും ആകെ ടെൻഷനായിട്ട് നിൽക്കണം, കാരണം പപ്പിമോൾ കാണണം പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ശരി വാശി പിടിക്കാൻ തുടങ്ങിയപ്പോൾ പൊന്നിയും പറയുന്നുണ്ട്, മോളെ ഇപ്പോൾ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, അമ്മേ എനിക്ക് എന്താണെങ്കിൽ എൻ്റെ അമ്മേനെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ പൊന്നി പറയും, മോളെ നീ വിഷമിക്കാതിരിക്കുക പറയുമ്പോഴാണ് വാശി പിടിക്കുക. വാശി പിടിക്കുമ്പോൾ പറയും എന്താണെങ്കിലും കൊണ്ട് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് രോഹിത്ത് കൊണ്ടുപോയിട്ട് കാണിക്കുകയാണ്. അപ്പം നമ്മുടെ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ കിടക്കണം. അമ്മയെ വിളിക്കുമ്പോൾ നമ്മുടെ ശ്യാമയ്ക്ക് കണ്ണ് നിറയുന്നുണ്ട്, എണീക്കില്ല. അപ്പം അങ്ങനെ രോഹിത്ത് പറയും, മോളെ അമ്മയ്ക്ക് എന്ത് പറ്റി, അമ്മ എന്താ എന്നെ നോക്കാത്തത് പറയുമ്പോൾ, അമ്മയ്ക്ക് ചെറിയ പനിയാണ് മോളെ, അമ്മയ്ക്ക് പനിയാണെങ്കിൽ എന്താ എന്നെ വിളിക്കാത്തത്, അമ്മ എന്നെ വിളിക്കും, ഞാൻ അമ്മേനോട് പിണങ്ങിയിട്ട് പോയതല്ലേ, എന്നോട് മിണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. മിണ്ടില്ല. അപ്പോഴാണ് നമ്മുടെ രാഘവക്കുറുപ്പിന് ആകെ സങ്കടമാവും, കാരണം മോളുടെ ഇത് തന്നെ. അത് കഴിഞ്ഞ് രാഘവക്കുറുപ്പും അമ്മയ്ക്ക് ശരിയാവും മോളെ, കുറച്ച് ദിവസം കഴിഞ്ഞ് ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് രാഘവക്കുറുപ്പും ഒരു രോഹിത്ത് അവരെല്ലാവരും സംസാരിക്കുന്നത് നമ്മുടെ പപ്പിമോൾ കേട്ടിട്ട്, അതിനുശേഷം നമ്മുടെ പപ്പിമോൾ കേൾക്കുകയാണ് ഇവർ സംസാരിക്കുന്നത്. ഒരു കാളിയമ്മയുണ്ട്, അവർ നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് കാളിയമ്മയോ ഏതെന്താണെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഇങ്ങനെ ഭിക്ഷ എടുക്കണ കാര്യം പറയും. നമ്മുടെ പപ്പിമോൾ അത് കേട്ട് നിൽക്കുകയാണ്. അതിന് ശേഷം പപ്പി അമ്പലത്തേക്ക് ആരും അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. അമ്പലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് പപ്പി കാളിയമ്മേ, എൻ്റെ അമ്മേനോട് ഞാൻ പിണങ്ങിയിട്ട് പോയതാണ് കാളിയമ്മേ, അതുകൊണ്ട് എൻ്റെ അമ്മനെ എനിക്ക് ഭേദമാക്കി തരണം, എൻ്റെ അമ്മ എന്നെ വിളിക്കണം, പപ്പീന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പപ്പിമോൾ പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഭിക്ഷ എടുക്കണം പറഞ്ഞപ്പോൾ അവളൊരു പഴയ വസ്ത്രം പുതിയ വസ്ത്രത്തിൻ്റെ മേലെ ഇടുകയാണ്. അതിന് ശേഷം ഭിക്ഷ യാചിക്കാൻ തുടങ്ങി. എല്ലാവരുടെ അടുത്തും പോയി ചില്ലറ പൈസയൊക്കെ എല്ലാവരും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ അതിന് ശേഷം ഇങ്ങനെ പറയുകയാണ് പപ്പി, ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി ഭിക്ഷ ചോദിക്കുമ്പോൾ നമ്മളുടെ ഈ ഓട്ടോക്കാരൻ ഉണ്ടായിരുന്നു, നമ്മുടെ കാർത്തികനെ തിരഞ്ഞു വന്ന ഓട്ടോക്കാരൻ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഓട്ടോക്കാരൻ നിൽക്കുന്നത് കണ്ടിട്ട് പപ്പി അവരുടെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ ഓട്ടോക്കാരൻ മോളിനെ ശ്രദ്ധിക്കണില്ല. മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഓട്ടോക്കാരൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏതാ മോള് എന്നുള്ളത് അയാൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ തള്ളി ഇങ്ങനെ ഇടുമ്പോൾ കയ്യിലുണ്ടായിരുന്ന പാത്രത്തിൽ ചില്ലറ പൈസകൾ ഫുള്ളും താഴെയും പോകും, മോള് താഴെ വീഴും. അപ്പോഴാണ് സരോജ മെമ്പർ അവിടേക്ക് വരിക. മോളേന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട്, ആരാ മോളെ, നീ ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണോ തനിക്ക് എന്ന് പറയുമ്പോൾ അവൾ വന്ന് എൻ്റെ അടുത്ത് ഭിക്ഷ ചോദിക്കുക, അതിന് കുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്, അതിനിപ്പോൾ എന്താ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ, നിനക്ക് ഈ വീടൊക്കെ വെച്ച് തന്നത് ആരാന്നില്ല, ശരി ഞാൻ കയറി ഇറങ്ങിയത് ശരിയാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് നിനക്ക് ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സരോജന മെമ്പർ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം നേരെ നോക്കും, മോള് ഏതാ ചോദിക്കുമ്പോൾ പത്മിനിയാണെന്ന് പറയും. പത്മിനി എന്ന് പറയും. അപ്പോൾ അതെന്താ മോൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പം, അതിനുശേഷം നോക്കുമ്പോൾ അടിയിലൊരു പുതിയ വസ്ത്രം കാണുമ്പോൾ മോളുടെ ഉടുപ്പ് മുകളിൽ തൂരിയിട്ടിട്ട് ID കാർഡ് ഉണ്ടാവും. നോക്കുമ്പോൾ വലിയ സ്കൂളിലാണ് മോൾ പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ പേര്, പത്മിനി പറഞ്ഞിട്ട് അഡ്രസ്സ് നോക്കുമ്പോൾ സത്യാമ്മൻ്റെ കൊച്ചുമോളാണ്. അയ്യോ മോൾ എന്തിനാ ഇത് ചെയ്തത്, ആൻറ്റി ഇത് അമ്മമ്മ സത്യാമ്മൻ്റെ അടുത്ത് പറയരുത്, പറഞ്ഞ് എന്നെ നല്ല അടി വെച്ച് തരും, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട്, എൻ്റെ അമ്മ അങ്ങനെ വയ്യാതെ കിടക്കുകയാണ് പറഞ്ഞിട്ട് അമ്മൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് ശ്യാമൻ്റെ കാര്യങ്ങളൊക്കെ മോൾ സരോജ മാമിൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോളെ അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് നാളത്തെ എപ്പിസോഡിൽ ഇനിയിപ്പോൾ നമ്മുടെ പപ്പിമോളിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പപ്പിമോൾ ഇനി ഇത് യാചിക്കുന്നത് ഇനി കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ, സത്യാമ്മൻ്റെ അടുത്ത് അടി കിട്ടുമോ എന്നുള്ളതാണ്. മോൾക്ക് സങ്കടമായിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്, ഭിക്ഷ യാചിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വിഷ്ണു എല്ലാവരും കാണുമെന്നുള്ള അറിയില്ല. ഇനിയിപ്പോൾ നമ്മുടെ ശാലിനി ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നുണ്ട്, സത്യാമ്മൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഞാൻ ഫുൾ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും, ഈവനിങ് വീഡിയോസ് ഇടുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും വീഡിയോസ് ഇടുന്നതായിരിക്കും, വാച്ച് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഗൈസ്.